السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു എന്നറിയാൻ സാധിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു ആ പിതാവിൻ്റെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും വിട്ടുപുറത്ത് മാഫായി കൊടുക്കുകയും അല്ലാഹു ഖബറിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു ആ ഉപ്പാന്റെ ഖബറിടം സ്വർഗപ്പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അല്ലാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെയാണ് ഇന്ന് ക്ലാസ് ആരംഭിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇത്തരം വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. എൻ്റെ പേരിൽ വിട്ടാൽ മതി. ഗ്രൂപ്പിൽ വിടുമ്പോൾ അത് പിന്നെ എല്ലാവരും വിടുമ്പോൾ അത് വിഷയമായി തീരും. അപ്പോൾ എൻ്റെ പേര് ഷറഫുദ്ദീൻ നിസാമി എന്നാണ്. എൻ്റെ നമ്പറിൽ കാണാം. അതിലേക്ക് വിട്ടാൽ മതി. ഞാൻ ഇൻഷാ അല്ലാഹ് ക്ലാസ്സിൽ ദുആ ചെയ്യുന്നതാണെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ക്ലാസ് 26. നമ്മൾ തൗബയുടെ നിബന്ധനകളെ സംബന്ധിച്ചാണ് പറഞ്ഞിരുന്നത്. 4 നിബന്ധനകൾ തൗബക്കുണ്ട്. അത് മനുഷ്യരുമായി ബന്ധപ്പെടുന്ന കുറ്റമാണെങ്കിൽ നമ്മൾ പറഞ്ഞു. മഹാനായ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു മഹാനവർകൾ അനസ് ബിൻ മാലിക് റഹ്മത്തുള്ളാഹി തങ്ങളിൽ നിന്നും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നഖൽ ചെയ്യുന്നുണ്ട്. എന്താണത്? അന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്വഹാബി നബിയുടെ അടുക്കൽ വന്നു. ഫഖാല ലഹു, അങ്ങനെ ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബായ നബിയെ, ദുല്ലനി അലാ അമലി യുദ്ഖിലുനിൽ ജന്നത, നബിയെ, എന്നെ സ്വർഗത്തിൽ കടത്താൻ പര്യാപ്തമായ ഒരു അമല് നിങ്ങൾ എനിക്ക് അറിയിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞു, ലാ തഗ്ലിബ്, നീ ആരോടും ദേഷ്യപ്പെടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്വഹാബയുടെ ചോദ്യം, ഫഇല്ലം അത്ഖ് അലാ ദാലിക യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ, എനിക്ക് ആ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അഥവാ ദേഷ്യം പിടിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അവിടുന്ന് പറഞ്ഞു, ഫസ്തഗ്ഫിരില്ലാഹ അസ്സ വജല്ല കുല്ല യൗമിൻ ബഅദ സ്വലാത്തിൽ അസ്രി 70 മറത്തൻ, എങ്കിൽ നീ എല്ലാ ദിവസവും അസ്ർ നിസ്കാരത്തിന് ശേഷം 70 പ്രാവശ്യം നീ റബ്ബിനോട് മഗ്ഫിറത്ത് തേടണം. എന്നാൽ യഗ്ഫിറു ലക ദുനൂബ 70 ആമ, നിനക്ക് 70 കൊല്ലത്തെ പാപങ്ങളെ അല്ലാഹു പൊറുത്തരും. ഖാല, അപ്പോഴും ആ സ്വഹാബിയുടെ ചോദ്യം, ഫഇല്ലം യഅതി അലയ്യ ദുനൂബുൻ 70 ആമൻ, അല്ലാഹുവിൻ്റെ ഹബീബായ നബിയെ, എനിക്ക് 70 കൊല്ലത്തെ പാപങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലോ? അപ്പോൾ ഖാല, നബി തങ്ങൾ പറഞ്ഞു, യഗ്ഫിറു ലി ഉമ്മിക, നിന്റെ മാതാവിന്റെ പാപം അല്ലാഹു പുറത്തു തരും. അപ്പോൾ ഈ സ്വഹാബിന്റെ ചോദ്യം, ഫഇൻ മാതത് ഉമ്മി വലം യഅതി അലൈഹാ ദുനൂബു 70 ആമൻ, നബിയെ, തീർച്ചയായും എൻ്റെ ഉമ്മ മരിക്കുകയും എൻ്റെ ഉമ്മാക്ക് 70 വർഷത്തെ പാപങ്ങൾ ഇല്ലെങ്കിൽ എന്താണ് ചെയ്യുക? അവിടുന്ന് പറഞ്ഞു,
ഖാല യഗ്ഫിറു ലിഅഖാരിബിക, നിന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുക്കും എന്ന്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം ചിന്തിക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പൊറുക്കലിനെ, തൗബയെ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതേ പ്രകാരം നമ്മൾ തൗബയിലേക്ക് നമ്മെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ, തൗബയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബിഖദരി മാ യസ്ഗറു الذنب عندك كذا يعلم عند الله وبقدر ما يعلم عندك كذا يصغر عند الله. ഓ മനുഷ്യ, നീ ചെയ്യുന്ന പാപങ്ങളെ നിന്റെ മനസ്സിൽ നീ അത് നിസ്സാരമായി കാണും തോറും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാപത്തെ വലിയ പാപമായി കാണും. എന്നാൽ നീ ചെയ്യുന്ന പാപത്തെ നീ എത്ര ചെറുതാണെങ്കിലും അത് നീ വലുതായി കാണും തോറും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ചെറുതായിട്ടാണ് കാണുക. അപ്പോൾ നാം ചെയ്യുന്ന പാപങ്ങൾ എത്ര ചെറുതാണെങ്കിലും നാം വലുതായി കാണുക എന്നത് അല്ലാഹുവിൻ്റെ അടുക്കൽ ആ പാപം ചെറുതാവാൻ കാരണമാണ്. നാം ചെയ്യുന്ന പാപങ്ങൾ എത്ര വലുതാണെങ്കിലും നാം അത് നിസ്സാരമായി എത്ര ചെറുതാണെങ്കിലും നാം അത് നിസ്സാരമായി കാണും തോറും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാപങ്ങളെ വലിയ പാപമായിട്ട് കാണുന്നു. ഉദാഹരണത്തിന് നാം പഠിച്ചവരാണല്ലോ, ഒരു വ്യഭിചാരിയായ പെണ്ണ് ഒരു നായക്ക് വെള്ളം കൊടുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരണമായിട്ട് ആ പെണ്ണിനിക്ക് പുറത്തു കൊടുത്തു എന്നും, എന്നാൽ എല്ലാ വക്തും നിസ്കരിക്കുന്ന, എല്ലാം നോമ്പുമെടുക്കുന്ന സൽവൃത്തയായ ഒരു പെണ്ണ് ഒരു പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട കാരണം കൊണ്ട് ആ പൂച്ച ചത്തുപോയല്ലോ, അത് കാരണമായിട്ട് ആ ഉമ്മാക്ക് നരകം കൊടുത്തതായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നാം ചിന്തിക്കുക, നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊന്നും നാം മറക്കരുത്. എപ്പോഴും നമുക്കത് ഓർമ്മയുണ്ടാവണം. അതിൻ്റെ പേരിൽ നാം എപ്പോഴും എന്ത് ചെയ്യണം? അല്ലാഹുവിനോട് ഖേദിക്കുകയും പൊറുക്കലിനെ തേടുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പൊറുക്കലിനെ തേടി അല്ലാഹുവിൻ്റെ സാമീപ്യം കൊതിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്രകാരം അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നാം ഒരിക്കലും ആശ മുറിയരുത്. എത്ര വലിയ പാപിയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഗഫാറാണ്, അവൻ റഹ്മാനാണ്, റഹീമാണ്, ലത്തീഫാണ്. തൻ്റെ അടിമയോട് അതിയായ സ്നേഹമുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആൻ പറഞ്ഞ കാര്യമാണല്ലോ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. എത്ര പാപങ്ങൾ ചെയ്ത്, അമിതമായ പാപം ചെയ്ത്, പാപപങ്കിലമായ മനസ്സുമായി നിൽക്കുന്ന മനുഷ്യനാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അവൻ ആശ മുറിയരുത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുഴുവൻ പാപത്തെയും നിങ്ങൾക്ക് പൊറുത്തു തരുന്നവനാണ്. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്. ആ മനുഷ്യനാണെങ്കിൽ എന്തോ ഒരു പാപം ചെയ്തുകൊണ്ട് വന്നവനാണ്. ഹൽ ലഹു മിൻ തൗബത്തിൻ, അല്ല ഇബ്നു മസ്ഊദ് എന്നവരെ, ആ പാപം ചെയ്ത വ്യക്തിക്ക്, ആ കഠിനമായ പാപം ചെയ്ത വ്യക്തിക്ക് തൗബയുണ്ടോ? ആ സമയത്ത് ഫഅറള അൻഹു ഇബ്നു മസ്ഊദ്, ഈ ചോദ്യം ചോദിച്ച വ്യക്തിയിൽ നിന്നും
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുഖം തിരിച്ചു കളഞ്ഞു. സുമ്മൽതഫത ഇലൈഹി, അങ്ങനെ അല്പസമയത്തിന് ശേഷം മഹാനവറുകൾ വീണ്ടും ഈ ചോദ്യം ചോദിച്ച വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി. ആ സമയത്ത് ഫറഅ ഐനൈഹി തദ്രിഫാൻ, ആ വ്യക്തിയുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ടത്. ആ സമയത്ത് മഹാൻ പറഞ്ഞു, ഇന്നലിൽ ജന്നത്തി സമാനിയത അബ്വാബിൻ കുല്ലുഹാ ഇന്നലിൽ ജന്നത്തി സമാനിയത അബ്വാബിൻ കുല്ലിഹാ തുഫ്തഹു വതുഗ്ലഖു ഇല്ലാ ബാബു തൗബ. മോനെ, സ്വർഗത്തിലേക്ക് 8 കവാടങ്ങളുണ്ട്. ആ കവാടങ്ങൾ മുഴുവനും തുറക്കുകയും അടക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇല്ല ബാബു തൗബ, തൗബയുടെ കവാടം അത് അടക്കപ്പെടുന്നില്ല. ഫഇന്ന അലൈഹി മലക്കൻ മുവക്കലൻ ബിഹി, തീർച്ചയായും ആ ഒരു കവാടത്തിന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട്. ആ മലക്കാണെങ്കിൽ ലാ യഗ്ലുഖു, ആ മലക്ക് അതിന്റെ വാതിൽ അടക്കപ്പെടൂല. എന്നെന്നും ആ മലക്ക് ആ വാതിൽ തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഅമിൽ, ആയതുകൊണ്ട് നീ നാളേക്ക് വേണ്ടി അമൽ ചെയ്തോ. വലാ തൈഅസ്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നീ ആശമുറിയരുതേ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് പാപത്തിൽ നിന്നും മുക്തി നേടി നല്ലവരായി മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.